وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ. സത്യം മനസ്സിലായതിനാൽ ദൈവദൂതന് അവതീർണമായ വചനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നത് നിനക്കു കാണാം. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളെയും നീ സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ പെടുത്തേണമേ. وَمَا لَنَا لَا نُؤْمِنُ بِاللَّهِ وَمَا جَاءَنَا مِنَ الْحَقِّ وَنَطْمَعُ أَن يُدْخِلَنَا رَبُّنَا مَعَ الْقَوْمِ الصَّالِحِينَ. ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ സച്ചരിതരിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളുടെ നാഥനിലും ഞങ്ങൾക്ക് വന്നെത്തിയ സത്യത്തിലും ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം? فَأَثَابَهُمُ اللَّهُ بِمَا قَالُوا جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَذَلِكَ جَزَاءُ الْمُحْسِنِينَ. അവരിങ്ങനെ പ്രാർത്ഥിച്ചതിനാൽ അല്ലാഹു അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങൾ പ്രതിഫലമായി നൽകും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലമാണിത്. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവർ തന്നെയാണ് നരകാവകാശികൾ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വിശ്വസിച്ചവരെ, അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. നിങ്ങൾ അതിര് കവിയരുത്. അതിര് കവിയുന്നവരെ അല്ലാഹു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബാ വത്തഖുല്ലാഹ അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയവയിൽ നിന്ന് അനുവദനീയമായവയും നല്ലതും നിങ്ങൾ തിന്നുകൊള്ളുക. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവിനോട് ഭക്തി പുലർത്തുക. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ അയ്മാൻ فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. ബോധപൂർവമല്ലാത്ത ശപഥങ്ങളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ല. എന്നാൽ നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്യുന്ന ശപഥങ്ങളുടെ പേരിൽ അവൻ നിങ്ങളെ പിടികൂടും. അപ്പോൾ ശപഥലംഘനത്തിനുള്ള പ്രായശ്ചിത്തം ഇതാകുന്നു: 10 അഗതികൾക്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്ന സാമാന്യ നിലവാരത്തിലുള്ള ആഹാരം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുക, അതുമല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കുക. ഇതിനൊന്നും സാധിക്കാത്തവർ 3 ദിവസം നോമ്പെടുക്കട്ടെ. ഇതാണ് സത്യം ചെയ്ത ശേഷം അത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം. നിങ്ങളുടെ ശപഥങ്ങൾ നിങ്ങൾ പാലിക്കുക. അவ்விധം അല്ലാഹു തന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. യാ
أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. വിശ്വസിച്ചവരെ, മദ്യവും ചൂതും പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിനുള്ള അമ്പുകളും പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാണ്. അതിനാൽ നിങ്ങൾ അവയൊക്കെ ഒഴിവാക്കുക, നിങ്ങൾ വിജയിച്ചേക്കാം. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്താനും അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾ ആ തിന്മകളിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക, ജാഗ്രത പുലർത്തുകയും ചെയ്യുക. അഥവാ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അറിയുക, നമ്മുടെ ദൂതന്റെ കടമ ദിവ്യസന്ദേശം വ്യക്തമായി എത്തിച്ചു തരൽ മാത്രമാണ്. ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وأحسنوا والله يحب المحسنين. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ നേരത്തെ നിഷിദ്ധം ഭക്ഷിച്ചതിന്റെ പേരിൽ കുറ്റമില്ല. എന്നാൽ അവർ സൂക്ഷ്മത പാലിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെയും സൂക്ഷ്മത പാലിക്കുകയും സത്യവിശ്വാസികളാവുകയും വീണ്ടും തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധ പുലർത്തുകയും നല്ല നിലയിൽ വർത്തിക്കുകയും വേണം. തീർച്ചയായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ് സ്വൈദി തനാലുഹു أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. വിശ്വസിച്ചവരെ, നിങ്ങളുടെ കൈകൾക്കും കുന്തങ്ങൾക്കും വേഗം പിടികൂടാവുന്ന ചില വേട്ട ജന്തുക്കളെക്കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കാണാതെ തന്നെ അല്ലാഹുവെ ഭയപ്പെടുന്നവരാരെന്ന് തിരിച്ചറിയാനാണിത്. ആരെങ്കിലും അതിനുശേഷം അതിക്രമം കാണിച്ചാൽ അയാൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലുസ് സ്വൈദ വഅൻതും ഹുറും ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. വിശ്വാസികളെ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത്. ആരെങ്കിലും ബോധപൂർവം അങ്ങനെ ചെയ്താൽ
പരിഹാരമായി അയാൾ കൊന്നതിന് തുല്യമായ ഒരു കാലിയെ ബലി നൽകണം. നിങ്ങളിലെ നീതിമാന്മാരായ 2 പേരാണ് അത് തീരുമാനിക്കേണ്ടത്. ആ ബലിമൃഗത്തെ കഅബയിലെത്തിക്കുകയും വേണം. അതല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഏതാനും അഗതികൾക്ക് അന്നം നൽകലാണത്. അല്ലെങ്കിൽ അതിന് തുല്യമായി നോമ്പനുഷ്ഠിക്കലാണ്. താൻ ചെയ്തതിന്റെ ഭവിഷ്യത്ത് സ്വയം തന്നെ അനുഭവിക്കാനാണിത്. നേരത്തെ കഴിഞ്ഞുപോയതെല്ലാം അല്ലാഹു മാപ്പാക്കിയിരിക്കുന്നു. എന്നാൽ ഇനി ആരെങ്കിലും അതാവർത്തിച്ചാൽ അല്ലാഹു അവന്റെ മേൽ ശിക്ഷാ നടപടി സ്വീകരിക്കും. അല്ലാഹു പ്രതാപിയും പകരം ചെയ്യാൻ പോന്നവനുമാണ്. أحل لكم صيد البحر وطعامه متاعا لكم وللسيارة وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون. കടലിലെ വേട്ടയും അതിലെ ആഹാരവും നിങ്ങൾക്ക് അനുവദനീയമാണ്. അത് നിങ്ങൾക്കും യാത്രാസംഘങ്ങൾക്കുമുള്ള ഭക്ഷണമാണ്. എന്നാൽ ഇഹ്റാമിലായിരിക്കെ കരയിലെ വേട്ട നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ആരിലേക്കാണോ ഒരുമിച്ച് കൂട്ടപ്പെടുക ആ അല്ലാഹുവെ സൂക്ഷിക്കുക. جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. ആദരണീയ മന്ദിരമായ കഅബയെ അല്ലാഹു മനുഷ്യരാശിയുടെ നിലനിൽപ്പിനുള്ള ആധാരമാക്കിയിരിക്കുന്നു. ആദരണീയ മാസം, ബലിമൃഗം, അവയുടെ കഴുത്തിലെ അടയാളപ്പട്ടകൾ എന്നിവയെയും. നിശ്ചയമായും ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു അറിയുന്നുവെന്നും അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനമുള്ളവനാണെന്നും നിങ്ങൾ അറിയാനാണിത്. ഇഅ്ലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബി വഅന്നല്ലാഹ ഗഫൂറുർ റഹീം. അറിയുക, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതോടൊപ്പം അവൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. മാ അലർ റസൂലി ഇല്ലൽ ബലാഗ് വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. സന്ദേശം എത്തിച്ചു തരുന്ന ബാധ്യത മാത്രമേ പ്രവാചകനുള്ളൂ. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. പറയുക, നല്ലതും തീയതും തുല്യമല്ല. തീയതിന്റെ ആധിക്യം നിന്നെ എത്ര തന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതിനാൽ ബുദ്ധിമാന്മാരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് വിജയം വരിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുക്കും വഇൻ തസ്അലൂ അൻഹാ ഹീന യുനസ്സലുൽ ഖുർആനു തുബ്ദ ലക്കും അഫല്ലാഹു അൻഹാ വല്ലാഹു ഗഫൂറുൻ ഹലീം. വിശ്വസിച്ചവരെ, ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാതിരിക്കുക. അവ വെളിപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് പ്രയാസകരമായിരിക്കും. ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവയെ സംബന്ധിച്ച് ചോദിച്ചാൽ അവൻ നിങ്ങൾക്കവ വെളിപ്പെടുത്തി തരും. കഴിഞ്ഞ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പേകിയിരിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കനിവുറ്റവനുമാണ്. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. നിങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്നിട്ടോ ഉത്തരം കിട്ടിയപ്പോൾ
അവർ അവയെ നിഷേധിക്കുന്നവരായിത്തീർന്നു. ما جعل الله من بحيرة ولا سائبة ولا وصيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. ബഹീറ, സായിബ, വസീല, ഹാം എന്നിങ്ങനെയൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ സത്യനിഷേധികൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. അവരിലേറെ പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു ഇറക്കിത്തന്നതിലേക്കും അവന്റെ പ്രവാചകനിലേക്കും വരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ നടന്നതായി ഞങ്ങൾ കാണുന്ന പാത തന്നെ ഞങ്ങൾക്കു മതി. അവരുടെ പിതാക്കന്മാർ ഒന്നും അറിയാത്തവരും നേർവഴി പ്രാപിക്കാത്തവരുമാണെങ്കിലോ. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നേർവഴി പ്രാപിച്ചവരാണെങ്കിൽ വഴി പിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. അല്ലാഹുവിങ്കലേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അവൻ നിങ്ങളെ വിവരമറിയിക്കും. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. വിശ്വസിച്ചവരെ, നിങ്ങളിലാർക്കെങ്കിലും മരണമടുക്കുകയും വസിയത്ത് ചെയ്യുകയുമാണെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടാളുകൾ അതിനു സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ യാത്രയിലായിരിക്കെയാണ് മരണവിപത്ത് നിങ്ങളെ ബാധിക്കുന്നതെങ്കിൽ അപ്പോൾ അന്യരായ രണ്ടാളുകളെ സാക്ഷികളാക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് അവരിൽ സംശയമുണ്ടാവുകയാണെങ്കിൽ അവരിരുവരെയും നമസ്കാരശേഷം തടഞ്ഞുവെക്കണം. അപ്പോൾ അവർ അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്യട്ടെ, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് തന്നെ എതിരായാൽ പോലും ഞങ്ങൾ സത്യത്തെ വിറ്റു വില വാങ്ങുകയില്ല. അല്ലാഹുവിനു വേണ്ടിയുള്ള സാക്ഷ്യത്തെ ഒളിപ്പിച്ചു വെക്കുകയുമില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ പാപികളായിത്തീരും. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا
إذا لمن الظالمين. അഥവാ അവരിരുവരും തങ്ങളെ സ്വയം തെറ്റിലകപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വ്യക്തമായാൽ കുറ്റം ചെയ്തത് ആർക്കെതിരിലാണോ അയാളോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ടുപേർ അവരുടെ സ്ഥാനത്ത് സാക്ഷികളായി നിൽക്കണം. എന്നിട്ട് അവരിരുവരും അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്തു പറയണം: ഉറപ്പായും ഞങ്ങളുടെ സാക്ഷ്യമാണ് ഇവരുടെ സാക്ഷ്യത്തെക്കാൾ സത്യസന്ധമായിട്ടുള്ളത്. ഞങ്ങൾ ഒരനീതിയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ അക്രമികളായിത്തീരും. ذلك أدنى أن يأتوا بالشهادة على وجهها أو يخافوا أن ترد أيمان بعد أيمانهم واتقوا الله واسمعوا والله لا يهدي القوم الفاسقين. ജനം യഥാവിധി സാക്ഷ്യം നിർവഹിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം ഇതാണ്. അല്ലെങ്കിൽ തങ്ങളുടെ സത്യത്തിനു ശേഷം മറ്റുള്ളവരുടെ സത്യത്താൽ തങ്ങൾ ഖണ്ഡിക്കപ്പെടുമെന്ന് അവർ ഭയപ്പെടുകയെങ്കിലും ചെയ്യും. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അവന്റെ കൽപ്പനകൾ കേട്ടനുസരിക്കുക. അധാർമികരെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. يوم يجمع الله الرسل فيقول ماذا أجبتم قالوا لا علم لنا إنك أنت علام الغيوب. അല്ലാഹു തന്റെ ദൂതന്മാരെ ഒരുമിച്ചു കൂട്ടും. നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കിട്ടിയതെന്ന് അവരോട് ചോദിക്കും. ആ ദിനം അവർ പറയും: ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അദൃശ്യകാര്യങ്ങളൊക്കെയും നന്നായി അറിയുന്നവൻ നീ മാത്രം. إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراة والإنجيل وإذ تخلق من الطين كهيئة الطير بإذني فتنفخ فيها فتكون طيرا بإذني وتبرئ الأكمه والأبرص بإذني وإذ تخرج الموتى بإذني وإذ كففت بني إسرائيل عنك إذ جئتهم بالبينات فقال الذين كفروا منهم إن هذا إلا سحر مبين. അല്ലാഹു പറഞ്ഞ സന്ദർഭം: മറിയമിന്റെ മകൻ ഈസ, നിനക്കും നിന്റെ മാതാവിനും നാം നൽകിയ അനുഗ്രഹം ഓർക്കുക. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിന്നെ കരുത്തനാക്കി. തൊട്ടിലിൽ വെച്ചും പ്രായമായ ശേഷവും നീ ജനങ്ങളോട് സംസാരിച്ചു. നാം നിനക്ക് പ്രമാണവും യുക്തിജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും അഭ്യസിപ്പിച്ചു. നീ എന്റെ അനുമതിയോടെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി. പിന്നെ അതിലൂതി എന്റെ ഹിതത്താൽ അത് പക്ഷിയായി. ജന്മനാ കുരുടനായവനെയും വെള്ളപ്പാണ്ടുകാരനെയും എന്റെ ഹിതത്താൽ നീ സുഖപ്പെടുത്തി. എന്റെ അനുമതിയോടെ നീ മരണപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. പിന്നീട് നീ വ്യക്തമായ തെളിവുകളുമായി ഇസ്രായേൽ മക്കളുടെ അടുത്തു ചെന്നു. അപ്പോൾ അവരിലെ സത്യനിഷേധികൾ ഈ തെളിവുകളെല്ലാം തെളിഞ്ഞ മായാജാലം മാത്രമാണെന്ന് തള്ളിപ്പറയുകയും ചെയ്തു. പിന്നെ അവരിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു. وَإِذْ أَوْحَيْتُ إِلَى الْحَوَارِيِّينَ أَنْ آمِنُوا بِي وَبِرَسُولِي قالوا آمنا واشهد بأننا مسلمون. എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കണമെന്ന് ഞാൻ ഹവാരികൾക്ക് നിർദ്ദേശം നൽകി. അവർ പറഞ്ഞു: ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു,
ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നീ സാക്ഷ്യം വഹിക്കുക. إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قال اتقوا الله إن كنتم مؤمنين. ഓർക്കുക, ഹവാരികൾ പറഞ്ഞ സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ, മാനത്തുനിന്ന് ഒരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരാൻ നിന്റെ നാഥന് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവെ സൂക്ഷിക്കുക. قالوا نريد أن نأكل منها وتطمئن قلوبنا ونعلم أن قد صدقتنا ونكون عليها من الشاهدين. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൽ നിന്ന് ആഹരിക്കണം, അങ്ങനെ ഞങ്ങൾക്ക് മനസ്സമാധാനമുണ്ടാകണം. താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകണം. ഞങ്ങൾ ഇതിനെല്ലാം നേരിൽ സാക്ഷികളാവുകയും വേണം. ഇതിനൊക്കെയാണ് ഞങ്ങൾ ഇതാവശ്യപ്പെടുന്നത്. قال عيسى ابن مريم اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين. മറിയമിന്റെ മകൻ ഈസ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, മാനത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരേണമേ. അത് ഞങ്ങളുടെ ആദ്യക്കാർക്കും അവസാനക്കാർക്കും ഒരാഘോഷവും നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കട്ടെ. ഞങ്ങൾക്ക് നീ അന്നം നൽകുക. അന്നം നൽകുന്നവരിൽ അത്യുത്തമൻ നീയല്ലോ. قال الله إني منزلها عليكم فمن يكفر بعد منكم فإني أعذبه عذابا لا أعذبه أحدا من العالمين. അല്ലാഹു അറിയിച്ചു, ഞാൻ നിങ്ങൾക്ക് അതിറക്കിത്തരാം. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും സത്യനിഷേധികളായാൽ ലോകരിൽ ഒരാൾക്കും നൽകാത്ത വിധമുള്ള ശിക്ഷ നാം അവന് ബാധകമാക്കും. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. ഓർക്കുക, അല്ലാഹു ചോദിക്കുന്ന സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ, അല്ലാഹുവെ വിട്ട് എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ! എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാവതല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അതറിഞ്ഞിരിക്കും. എന്റെ ഉള്ളിലുള്ളത് നീ അറിയും, എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുപോലും നന്നായി അറിയുന്നവൻ. ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت
أنت الرقيب عليهم وأنت على كل شيء شهيد. നീ എന്നോട് കൽപ്പിച്ചതല്ലാത്തതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അഥവാ എന്റെ നാഥനും നിങ്ങളുടെ നാഥനുമായ അല്ലാഹുവെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരിലുണ്ടായിരുന്ന കാലത്തോളം അവരുടെ എല്ലാറ്റിനും സാക്ഷിയായിരുന്നു ഞാൻ. പിന്നെ നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ നിരീക്ഷകൻ നീ തന്നെയായിരുന്നുവല്ലോ. നീ സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു. إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകൾ തന്നെയല്ലോ. നീ അവർക്ക് മാപ്പേകുന്നുവെങ്കിലോ നീ തന്നെയാണല്ലോ പ്രതാപവാനും യുക്തിമാനും. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. അല്ലാഹു അറിയിക്കും, സത്യസന്ധന്മാർക്ക് തങ്ങളുടെ സത്യം ഉപകരിക്കും ദിനമാണിത്. അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അവരെക്കുറിച്ച് അല്ലാഹു സംതൃപ്തനായിരിക്കുന്നു. അവർ അവനെപ്പറ്റിയും സംതൃപ്തരാണ്. അതത്രേ അതിമഹത്തായ വിജയം. ലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദി വമാ ഫീഹിൻ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെയും അവയിലുള്ളവയുടെയും ആധിപത്യം അല്ലാഹുവിന് മാത്രമാണ്. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. അധ്യായം 6. അൽ അൻആം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 165. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. സമസ്ത സ്തുതിയും അല്ലാഹുവിന്. അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കിയവനും. എന്നിട്ടും സത്യനിഷേധികളിതാ തങ്ങളുടെ നാഥന് തുല്യരെ കൽപ്പിക്കുന്നു. ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ സുമ്മ ഖദാ അജലൻ വഅജലുൻ മുസമ്മൻ ഇൻദഹു ثم أنتم تمترون. അവനാണ് കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ ഒരവധി നിശ്ചയിച്ചു. അവന്റെ അടുക്കൽ നിർണിതമായ മറ്റൊരവധി കൂടിയുണ്ട്. എന്നിട്ടും നിങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. അവൻ തന്നെയാണ് ആകാശഭൂമികളിലെ സാക്ഷാൽ ദൈവം. നിങ്ങളുടെ രഹസ്യവും പരസ്യവുമെല്ലാം അവൻ അറിയുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്തെന്നും അവന് നന്നായി അറിയാം. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. തങ്ങളുടെ നാഥനിൽ നിന്ന് എന്ത് തെളിവ് വന്നെത്തിയാലും അതിനെ അവഗണിക്കുകയാണവർ. فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون. അങ്ങനെ
അവർക്കിപ്പോൾ വന്നെത്തിയ ഈ സത്യത്തെയും അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഏതൊന്നിനെയാണോ അവർ പരിഹസിച്ചുകൊണ്ടിരുന്നത് അതിന്റെ യഥാർത്ഥ വിവരം വഴിയെ അവർക്ക് വന്നെത്തും തീർച്ച. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർദി മാ ലം നുമക്കിൻ ലക്കും وأرسلنا السماء عليهم مدرارا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين. അവർ കണ്ടിട്ടില്ലേ, അവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ നാം അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അവർക്കു നാം മാനത്തുനിന്ന് ധാരാളമായി മഴ വർഷിച്ചു. അവരുടെ താഴ്ഭാഗത്തൂടെ പുഴകളൊഴുക്കുകയും ചെയ്തു. പിന്നെ അവരുടെ പാപങ്ങളുടെ ഫലമായി നാം അവരെ നശിപ്പിച്ചു. അവർക്ക് പിറകെ മറ്റു തലമുറകളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ ഫലമസൂഹു ബിഐദീഹിം لقال الذين كفروا إن هذا إلا سحر مبين. നിനക്കു നാം കടലാസിലെഴുതിയ ഗ്രന്ഥം ഇറക്കിത്തന്നുവെന്ന് വെക്കുക. അങ്ങനെ അവരത് തങ്ങളുടെ കൈകൾ കൊണ്ട് തൊട്ടുനോക്കി. എന്നാലും സത്യനിഷേധികൾ പറയും, ഇത് വ്യക്തമായ മായാജാലമല്ലാതൊന്നുമല്ല. വഖാലൂ ലൗലാ ഉൻസില അലൈഹി മലക് വലൗ അൻസൽനാ മലകൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ. അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് ഒരു മലക്കിനെ ഇറക്കിക്കൊടുക്കാത്തതെന്ത്? നാം ഒരു മലക്കിനെ ഇറക്കിക്കൊടുത്തിരുന്നുവെങ്കിൽ കാര്യം ഇതിനു മുമ്പേ തീരുമാനിക്കപ്പെടുമായിരുന്നു. പിന്നീട് അവർക്കൊട്ടും അവസരം കിട്ടുമായിരുന്നില്ല. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. നാം മലക്കിനെ നിയോഗിക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യരൂപത്തിലാണ് അയക്കുക. അങ്ങനെ അവരിപ്പോഴുള്ള ആശയക്കുഴപ്പം അപ്പോഴും നാം അവരിലുണ്ടാക്കുമായിരുന്നു. വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നിനക്കു മുമ്പും നിരവധി ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ അവരെ പരിഹസിച്ചിരുന്നവർക്ക് അവർ പരിഹസിച്ചിരുന്നത് തന്നെ സംഭവിച്ചു. ഖുൽ സീറൂ ഫിൽ അർദി സുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് സത്യനിഷേധികളുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുക. قل لمن ما في السماوات والأرض قل لله كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون. ചോദിക്കുക, ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടേതാണ്? പറയുക, എല്ലാം അല്ലാഹുവിന്റേതു മാത്രം. കാരുണ്യത്തെ അവൻ സ്വന്തം ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ നിങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിലൊട്ടും സംശയമില്ല. എന്നാൽ സ്വന്തത്തെ നഷ്ടത്തിലകപ്പെടുത്തിയവരത് വിശ്വസിക്കുകയില്ല. വലഹു മാ സകന ഫിൽ ലൈലി വന്നഹാർ വഹുവ അസ്സമീഉൽ അലീം.
രാവിലും പകലിലും നിലനിൽക്കുന്നവയെല്ലാം അവന്റേതാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ. قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين. ചോദിക്കുക, അല്ലാഹുവേയല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ രക്ഷകനായി സ്വീകരിക്കുകയോ? അവനാണ് ആകാശഭൂമികളുടെ സ്രഷ്ടാവ്. അവൻ അന്നം നൽകുന്നു, എന്നാൽ ആരും അവന് അന്നം നൽകുന്നുമില്ല. പറയുക, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഒന്നാമനാകാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകാതിരിക്കാനും. قل إني أخاف إن عصيت ربي عذاب يوم عظيم. പറയുക, ഞാൻ എന്റെ നാഥനെ ധിക്കരിച്ചാൽ ഭയങ്കരമായൊരു നാളിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين. അന്ന് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നവനെ ഉറപ്പായും അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അതുതന്നെയാണ് വ്യക്തമായ വിജയം. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يَمْسَسْكَ بِخَيْرٍ فَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. അല്ലാഹു നിനക്ക് വല്ല വിപത്തും വരുത്തുകയാണെങ്കിൽ അതൊഴിവാക്കാൻ അവനല്ലാതെ ആർക്കും സാധ്യമല്ല. അവൻ നിനക്ക് വല്ല നന്മയുമാണ് വരുത്തുന്നതെങ്കിലോ അറിയുക, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. وهو القاهر فوق عباده وهو الحكيم الخبير. അല്ലാഹു തന്റെ അടിമകളുടെ മേൽ പരമാധികാരമുള്ളവനാണ്. അവൻ യുക്തിമാനാണ്, സൂക്ഷ്മജ്ഞനും. قل أي شيء أكبر شهادة قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون. ചോദിക്കുക, ഏതു സാക്ഷ്യമാണ് ഏറെ മഹത്തരം? പറയുക, അല്ലാഹുവാണ് എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷി. ഈ ഖുർആൻ എനിക്ക് വഹിയായി ലഭിച്ചത് നിങ്ങൾക്കും ഇത് ചെന്നെത്തുന്ന മറ്റെല്ലാവർക്കും ഇതുവഴി മുന്നറിയിപ്പ് നൽകാനാണ്. അല്ലാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകുമോ? പറയുക, ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുകയില്ല. പറയുക, അവൻ ഒരേ ഒരു ദൈവം മാത്രം. നിങ്ങൾ അവന് പങ്കാളികളെ സങ്കൽപ്പിക്കുന്നതുമായി എനിക്കൊരു ബന്ധവുമില്ല. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين خسروا أنفسهم فهم لا يؤمنون. നാം വേദം നൽകിയവരോ സ്വന്തം മക്കളെ അറിയും പോലെ അവർക്ക് ഇതറിയാം. എന്നാൽ സ്വയം നഷ്ടം വരുത്തിവെച്ചവർ വിശ്വസിക്കുകയില്ല. ومن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ വചനങ്ങളെ തള്ളിപ്പറയുകയോ ചെയ്യുന്നവനേക്കാൾ അക്രമിയായി ആരുണ്ട്? അക്രമികൾ വിജയിക്കില്ല.
ഉറപ്പ്. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَاؤُكُمُ الَّذِينَ كُنتُمْ تَزْعُمُونَ നാം അവരെയൊക്കെയും ഒരുമിച്ചു കൂട്ടും ദിനം ബഹുദൈവ വിശ്വാസികളോട് നാം ചോദിക്കും, നിങ്ങളുടെ ദൈവങ്ങളെന്ന് നിങ്ങൾ വാദിച്ചിരുന്ന ആ പങ്കാളികൾ ഇപ്പോൾ എവിടെ? ثُمَّ لَمْ تَكُنْ فِتْنَتُهُمْ إِلَّا أَنْ قَالُوا وَاللَّهِ رَبِّنَا مَا كُنَّا مُشْرِكِينَ. അപ്പോൾ അവർക്കൊരു കുഴപ്പവും ഉണ്ടാക്കാനാവില്ല. ഞങ്ങളുടെ നാഥനായ അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളായിരുന്നില്ല എന്ന് പറയാനല്ലാതെ. انظُرْ كَيْفَ كَذَبُوا عَلَى أَنفُسِهِمْ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ. നോക്കൂ, അവർ തങ്ങളെക്കുറിച്ച് തന്നെ കള്ളം പറയുന്നതെങ്ങനെയെന്ന്. അവർ കെട്ടിച്ചമച്ചതൊക്കെയും അവരെ വിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. وَمِنْهُمْ مَنْ يَسْتَمِعُ إِلَيْكَ وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَنْ يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِنْ يَرَوْا كُلَّ آيَةٍ لَا يُؤْمِنُوا بِهَا حتى إذا جاءوك يجادلونك يقول الذين كفروا إن هذا إلا أساطير الأولين. നീ പറയുന്നത് കേൾക്കുന്നവരും അവരിലുണ്ട്, എങ്കിലും നാം അവരുടെ മനസ്സുകൾക്ക് മറയിട്ടിരിക്കുന്നു. അതിനാൽ അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ കാതുകൾക്ക് നാം അടപ്പിട്ടിരിക്കുന്നു. എന്തൊക്കെ തെളിവുകൾ കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. എത്രത്തോളമെന്നാൽ അവർ നിന്റെ അടുത്ത് നിന്നോട് തർക്കിക്കാൻ വന്നാൽ അവരിലെ സത്യനിഷേധികൾ പറയും, ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ലാതൊന്നുമല്ല. وهم ينهون عنه وينأون عنه وإن يهلكون إلا أنفسهم وما يشعرون. അവർ വേദവാക്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തടയുന്നു, സ്വയം അവയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവർ തങ്ങൾക്കു തന്നെയാണ് വിപത്ത് വരുത്തുന്നത്. അവർ അതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്ന് മാത്രം. ولو ترى إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. അവരെ നരകത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് നീ കണ്ടിരുന്നെങ്കിൽ അപ്പോഴവർ കേണുകൊണ്ടിരിക്കും, ഞങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുകയും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാഥന്റെ തെളിവുകളെ തള്ളിക്കളയാതെ സത്യവിശ്വാസികളായി തീരുകയും ചെയ്തിരുന്നെങ്കിൽ. ബൽ ബദാ ലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബ്ൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. എന്നാൽ അവർ നേരത്തെ മറച്ചുവെച്ചിരുന്നത് അവർക്കിപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. അവരെ ഭൂമിയിലേക്ക് മടക്കി അയച്ചാലും വിലക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു ചെല്ലും. അവർ കള്ളം പറയുന്നവരാണ് തീർച്ച. وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين. അവർ പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ ഈ ഐഹിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, നാം ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല. ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق
قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. അവർ തങ്ങളുടെ നാഥന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ അപ്പോൾ അവൻ അവരോട് ചോദിക്കും, ഇത് യഥാർത്ഥം തന്നെയല്ലേ? അവർ പറയും, അതെ, ഞങ്ങളുടെ നാഥൻ തന്നെ സത്യം. അവൻ പറയും, എങ്കിൽ നിങ്ങൾ സത്യത്തെ തള്ളിപ്പറഞ്ഞതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. അല്ലാഹുവുമായി കണ്ടുമുട്ടുമെന്ന കാര്യം കള്ളമാക്കി തള്ളിയവർ തീർച്ചയായും തുലഞ്ഞതു തന്നെ. അങ്ങനെ പെട്ടെന്ന് അവർക്ക് ആ സമയം വന്നെത്തുമ്പോൾ അവർ വിലപിക്കും, കഷ്ടം, ഐഹിക ജീവിതത്തിൽ എന്തൊരു വീഴ്ചയാണ് നാം കാണിച്ചത്. അപ്പോഴവർ തങ്ങളുടെ പാപഭാരം സ്വന്തം മുതുകുകളിൽ വഹിക്കുന്നവരായിരിക്കും. അവർ പേറുന്ന ഭാരം എത്ര ചീത്ത. വമൽ ഹയാതുദ് ദുനിയാ ഇല്ലാ ലഅബു വലഹു വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. ഐഹിക ജീവിതമെന്നത് കളിതമാശയല്ലാതൊന്നുമല്ല. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഉത്തമം പരലോകമാണ്. നിങ്ങൾ ആലോചിച്ചറിയുന്നില്ലേ? قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. തീർച്ചയായും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടെന്ന് നാം അറിയുന്നു. യഥാർത്ഥത്തിൽ അവർ തള്ളിപ്പറയുന്നത് നിന്നെയല്ല, മറിച്ച് ആ അക്രമികൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ വചനങ്ങളെയാണ്. വലഖദ് കുദ്ദിബത് റസുലുൻ മിൻ ഖബ്ലിക ഫസബറൂ അലാ മാ കുദ്ദിബൂ വഊദൂ ഹത്താ അതാഹും നസ്റുനാ വലാ മുബദ്ദില ലികലിമാത്തില്ലാഹ് വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. നിനക്ക് മുമ്പും നിരവധി ദേവദൂതന്മാരെ അവരുടെ ജനം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സഹായം വന്നെത്തും വരെ തങ്ങളെ തള്ളിപ്പറഞ്ഞതും പീഡിപ്പിച്ചതുമൊക്കെ അവർ ക്ഷമിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ വചനങ്ങളെ മാറ്റിമറിക്കാൻ പോരുന്ന ആരുമില്ല. ദൈവദൂതന്മാരുടെ കഥകളിൽ ചിലതൊക്കെ നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. وَإِن كَانَ كَبُرَ عَلَيْكَ إِعْرَاضُهُمْ فَإِنِ اسْتَطَعْتَ أَن تَبْتَغِيَ نَفَقًا فِي الْأَرْضِ أَوْ سُلَّمًا فِي السَّمَاءِ فَتَأْتِيَهُم بِآيَةٍ وَلَوْ شَاءَ اللَّهُ لَجَمَعَهُمْ عَلَى الْهُدَى فلا تكونن من الجاهلين. എന്നിട്ടും ഈ ജനത്തിന്റെ അവഗണന നിനക്ക് അസഹ്യമാകുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു തുരങ്കമുണ്ടാക്കിയോ ആകാശത്തേക്ക് കോണിവെച്ചോ അവർക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തം എത്തിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമായിരുന്നു. അതിനാൽ നീ ഒരിക്കലും അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽമൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ.
കേട്ടു മനസ്സിലാക്കുന്നവരെ ഉത്തരമേകുകയുള്ളൂ. മരിച്ചവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അവരെ തന്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. وقالوا لولا نزل عليه آية من ربه قل إن الله قادر على أن ينزل آية ولكن أكثرهم لا يعلمون. അവർ ചോദിക്കുന്നു, ഈ പ്രവാചകന് തന്റെ നാഥനിൽ നിന്ന് ഒരു അടയാളവും അവതരിക്കാത്തതെന്ത്? പറയുക, അടയാളം ഇറക്കാൻ കഴിവുറ്റവൻ തന്നെയാണ് അല്ലാഹു. എന്നാൽ അവരിലേറെ പേരും അതറിയുന്നില്ല. وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. ഭൂമിയിൽ ചരിക്കുന്ന ഏത് ജീവിയും ഇരുചിറകുകളിൽ പറക്കുന്ന ഏതു പറവയും നിങ്ങളെപ്പോലുള്ള ചില സമൂഹങ്ങളാണ്. മൂലപ്രമാണത്തിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. പിന്നീട് അവരെല്ലാം തങ്ങളുടെ നാഥങ്കൽ ഒരുമിച്ചു ചേർക്കപ്പെടും. വല്ലദീന കദ്ദബൂ ബിആയാതിനാ സുമ്മുൻ വബുക്മുൻ ഫിദ്ദുലുമാത് മൻ യശഇല്ലാഹു യുദ്ലിൽഹു വമൻ യശഅ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം. നമ്മുടെ തെളിവുകളെ തള്ളിക്കളഞ്ഞവർ ഇരുളിലകപ്പെട്ട ബധിരരും മൂകരുമാകുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുന്നു, അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലുമാക്കുന്നു. قل أرأيتكم إن أتاكم عذاب الله أو أتتكم الساعة أغير الله تدعون إن كنتم صادقين. പറയുക, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയോ അല്ലെങ്കിൽ അന്ത്യനാൾ വന്നെത്തുകയോ ചെയ്താൽ അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമോ? നിങ്ങൾ സത്യസന്ധരെങ്കിൽ ചിന്തിച്ചു പറയൂ. ബൽ ഇയ്യാഹു തദ്ഊന ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻ ശാഅ വതൻസൗന മാ തുശ്രികൂൻ. ഇല്ല, ഉറപ്പായും അപ്പോൾ അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെ അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ കേണുകൊണ്ടിരിക്കുന്നത് ഏതൊരു വിപത്തിന്റെ പേരിലാണോ അതിനെ അവൻ തട്ടിമാറ്റിയേക്കും. അന്നേരം അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവയെ നിങ്ങൾ മറക്കുകയും ചെയ്യും. وَلَقَدْ أَرْسَلْنَا إِلَى أُمَمٍ مِّن قَبْلِكَ فأخذناهم بالبأساء والضراء لعلهم يتضرعون. നിനക്ക് മുമ്പും നിരവധി സമുദായങ്ങളിലേക്ക് നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആ സമുദായങ്ങളെ നാം പീഡനങ്ങളാലും പ്രയാസങ്ങളാലും പിടികൂടി അവർ വിനീതരാകാൻ. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. അങ്ങനെ നമ്മുടെ ദുരിതം അവരെ ബാധിച്ചപ്പോൾ അവർ വിനീതരാവാതിരുന്നതെന്ത്? എന്നല്ല, അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ കടുത്തുപോവുകയാണുണ്ടായത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണെന്ന് പിശാച് അവരെ തോന്നിപ്പിക്കുകയും ചെയ്തു. فلما
فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. അവർക്കു നാം നൽകിയ ഉദ്ബോധനം അവർ മറന്നപ്പോൾ സകല സൗഭാഗ്യങ്ങളുടെയും കവാടങ്ങൾ നാം അവർക്ക് തുറന്നുകൊടുത്തു. അങ്ങനെ തങ്ങൾക്കു നൽകപ്പെട്ടവയിൽ അവർ അതിരറ്റു സന്തോഷിച്ചുകൊണ്ടിരിക്കെ പൊടുന്നനെ നാം അവരെ പിടികൂടി. അപ്പോഴതാ അവർ നിരാശരായിത്തീരുന്നു. فقطع دابر القوم الذين ظلموا والحمد لله رب العالمين. അക്രമികളായ ആ ജനത അങ്ങനെ നിശേഷം നശിപ്പിക്കപ്പെട്ടു. സർവലോക സംരക്ഷകനായ അല്ലാഹുവിന് സ്തുതി. قل أرأيتم إن أخذ الله سمعكم وأبصاركم وختم على قلوبكم من إله غير الله يأتيكم به انظر كيف نصرف الآيات ثم هم يصدفون. ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചയും നഷ്ടപ്പെടുത്തുകയും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വയ്ക്കുകയും ചെയ്താൽ അല്ലാഹു അല്ലാതെ ഏതു ദൈവമാണ് നിങ്ങൾക്കവ വീണ്ടെടുത്തു തരിക? നോക്കൂ, നാം എങ്ങനെയൊക്കെയാണ് അവർക്ക് തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നതെന്ന്. എന്നിട്ടും അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹ്റതൻ ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ. ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പെട്ടെന്നോ പ്രത്യക്ഷത്തിലോ വല്ല ദൈവശിക്ഷയും നിങ്ങൾക്ക് വന്നെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അക്രമികളായ ജനതയല്ലാതെ നശിപ്പിക്കപ്പെടുമോ? വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ ഫമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായല്ലാതെ നാം പ്രവാചകന്മാരെ അയക്കാറില്ല. അതിനാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും കർമ്മങ്ങൾ കുറ്റമറ്റതാക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. വല്ലദീന കദ്ദബൂ ബിആയാതിനാ യമസ്സുഹുമുൽ അദാബു ബിമാ കാനൂ യഫ്സുഖൂൻ. എന്നാൽ നമ്മുടെ തെളിവുകളെ തള്ളിപ്പറഞ്ഞവരെ തങ്ങളുടെ ധിക്കാരം കാരണമായി ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. ഖുൽ ലാ അഖൂലു ലകും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅ്ലമുൽ ഗൈബ വലാ അഖൂലു ലകും ഇന്നി മലക് ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ قل هل يستوي الأعمى والبصير أفلا تتفكرون. പറയുക, എന്റെ വശം അല്ലാഹുവിന്റെ ഖജനാവുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് അവകാശപ്പെടുന്നില്ല. അഭൗതിക കാര്യങ്ങൾ ഞാൻ അറിയുന്നുമില്ല. ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അല്ലാഹുവിൽ നിന്ന് വഹിയായി ലഭിക്കുന്നവയല്ലാതൊന്നും ഞാൻ പിൻപറ്റുന്നില്ല. ചോദിക്കുക, കുരുടനും കാഴ്ചയുള്ളവനും ഒരുപോലെയാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون. തങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ
ഒരു നാൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഇതുവഴി നീ മുന്നറിയിപ്പ് നൽകുക. അവനൊഴികെ ഒരു രക്ഷകനും ശുപാർശകനും അവർക്കില്ലെന്ന്. അവർ സൂക്ഷ്മതയുള്ളവരായേക്കാം. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. തങ്ങളുടെ നാഥന്റെ പ്രീതി പ്രതീക്ഷിച്ച് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിയകറ്റരുത്. അവരുടെ കണക്കിൽപ്പെട്ട ഒന്നിന്റെയും ബാധ്യത നിനക്കില്ല. നിന്റെ കണക്ക് നോക്കേണ്ട ബാധ്യത അവർക്കുമില്ല. എന്നിട്ടും അവരെ ആട്ടിയകറ്റിയാൽ നീ അക്രമികളിൽ പെട്ടുപോകും. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. അവിധം അവരിൽ ചിലരെ നാം മറ്റു ചിലരാൽ പരീക്ഷണത്തിലകപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇവരെയാണോ അല്ലാഹു അനുഗ്രഹിച്ചത് എന്ന് അവർ പറയാനാണിത്. നന്ദിയുള്ളവരെ നന്നായി അറിയുന്നവൻ അല്ലാഹുവല്ലയോ. وَإِذَا جَاءَكَ الَّذِينَ يُؤْمِنُونَ بِآيَاتِنَا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ നിന്നെ സമീപിച്ചാൽ നീ പറയണം, നിങ്ങൾക്ക് സമാധാനം. നിങ്ങളുടെ നാഥൻ കാരുണ്യത്തെ തന്റെ ബാധ്യതയാക്കിയിരിക്കുന്നു. അതിനാൽ നിങ്ങളിലാരെങ്കിലും അറിവില്ലായ്മ കാരണം വല്ല തെറ്റും ചെയ്യുകയും പിന്നീട് പശ്ചാത്തപിച്ച് കർമ്മങ്ങൾ നന്നാക്കുകയുമാണെങ്കിൽ അറിയുക, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلِتَسْتَبِينَ سَبِيلُ الْمُجْرِمِينَ. ഇவ்விധം നാം തെളിവുകൾ വിവരിച്ചു തരുന്നു. പാപികളുടെ വഴി വ്യക്തമായി വേർതിരിഞ്ഞു കാണാനാണിത്. قُلْ إِنِّي نُهِيتُ أَنْ أَعْبُدَ الَّذِينَ تَدْعُونَ مِن دُونِ اللَّهِ قُلْ لَا أَتَّبِعُ أَهْوَاءَكُمْ قَدْ ضَلَلْتُ إِذًا وَمَا أَنَا مِنَ الْمُهْتَدِينَ. പറയുക, അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ പൂജിക്കുന്നത് എനിക്ക് തീർത്തും വിലക്കപ്പെട്ടിരിക്കുന്നു. പറയുക, നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിൻപറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ വഴിപിഴച്ചവനാകും. ഞാൻ ഒരിക്കലും നേർവഴി പ്രാപിച്ചവരിൽ പെടുകയുമില്ല. ഖുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വകല്ലബ്തും ബിഹി മാ ഇൻദി മാ തസ്തഅജിലൂന ബിഹി ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് യഖുസ്സുൽ ഹഖ്ഖ വഹുവ ഖൈറുൽ ഫാസിലീൻ. പറയുക, ഉറപ്പായും ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ പ്രമാണം മുറുകെ പിടിക്കുന്നവനാണ്. നിങ്ങളോ അതിനെ തള്ളിപ്പറഞ്ഞവരും. നിങ്ങൾ തിരക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശിക്ഷാ നടപടി എന്റെ വശമില്ല. വിധി തീർപ്പിനുള്ള സമസ്താധികാരവും അല്ലാഹുവിനു മാത്രമാണ്. അവൻ സത്യാവസ്ഥ വിവരിച്ചു തരും. തീരുമാനമെടുക്കുന്നവരിൽ അത്യുത്തമൻ അവനത്രേ. ഖുൽ ലൗ
عندي ما تستعجلون به لقضي الأمر بيني وبينكم والله أعلم بالظالمين. പറയുക, നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അക്കാര്യം എന്റെ വശമുണ്ടായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കുമിടയിൽ എന്നേ കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. അഭൗതിക കാര്യങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ വശമാണ്. അവനല്ലാതെ അതറിയുകയില്ല. കരയിലും കടലിലുമുള്ളതെല്ലാം അവൻ അറിയുന്നു. അവനറിയാതെ ഒരില പോലും പൊഴിയുന്നില്ല. ഭൂമിയുടെ ഉൾഭാഗത്ത് ഒരു ധാന്യമണിയോ പച്ചയും ഉണങ്ങിയതുമായ ഏതെങ്കിലും വസ്തുവോ ഒന്നും തന്നെ വ്യക്തമായ മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്താത്തതായി ഇല്ല. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. രാത്രിയിൽ നിങ്ങളുടെ ജീവനെ പിടിച്ചുവെക്കുന്നത് അവനാണ്. പകലിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിശ്ചിത ജീവിതാവധി പൂർത്തീകരിക്കാനായി അവൻ നിങ്ങളെ പകലിൽ എഴുന്നേൽപ്പിക്കുന്നു. അതിനുശേഷം അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ അവൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം നിങ്ങളെ വിവരമറിയിക്കും. ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. അല്ലാഹു തന്റെ ദാസന്മാരുടെ മേൽ പൂർണ്ണാധികാരമുള്ളവനാണ്. നിങ്ങളുടെ മേൽ അവൻ കാവൽക്കാരെ നിയോഗിക്കുന്നു. അങ്ങനെ നിങ്ങളിലാർക്കെങ്കിലും മരണസമയമായാൽ നമ്മുടെ ദൂതന്മാർ അയാളുടെ ആയുസ് അവസാനിപ്പിക്കുന്നു. അതിലവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല. ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. പിന്നെ അവരെ തങ്ങളുടെ സാക്ഷാൽ യജമാനനായ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് മടക്കി അയക്കും. അറിയുക, വിധി തീർപ്പിനുള്ള അധികാരം അല്ലാഹുവിനാണ്. അവൻ അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു. قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين. ചോദിക്കുക, ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ ഉറപ്പായും ഞങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന് നിങ്ങൾ വിനയത്തോടും സ്വകാര്യമായും പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് കരയുടെയും കടലിന്റെയും കൂരിരുളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത്? ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ
أنتم تشركون. പറയുക, അല്ലാഹുവാണ് അവയിൽ നിന്നും മറ്റെല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അവന് പങ്കുകാരെ സങ്കൽപ്പിക്കുകയാണല്ലോ. قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض. انظر كيف نصرف الآيات لعلهم يفقهون. പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നോ കാൽ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ വരുത്താൻ കഴിവുറ്റവനാണവൻ. അല്ലെങ്കിൽ നിങ്ങളെ പല കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലകപ്പെടുത്തി പരസ്പരം പീഡനമേൽപ്പിക്കാനും അവന് കഴിയും. നോക്കൂ, അവർ കാര്യം മനസ്സിലാക്കാനായി എவ்விധമാണ് നാം തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നത്. وَكَذَّبَ بِهِ قَوْمُكَ وَهُوَ الْحَقُّ قُلْ لَسْتُ عَلَيْكُمْ بِوَكِيلٍ. നിന്റെ ജനത അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അതാകട്ടെ സത്യവുമാണ്. പറയുക, ഞാൻ നിങ്ങളുടെ കൈകാര്യകർത്താവൊന്നുമല്ല. لِكُلِّ نَبَإٍ مُسْتَقَرٌّ وَسَوْفَ تَعْلَمُونَ. ഓരോ വാർത്തയ്ക്കും അത് പുലരുന്ന സന്ദർഭമുണ്ട്, അത് പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بَعْدَ الذِّكْرَى مَعَ الْقَوْمِ الظَّالِمِينَ. നമ്മുടെ വചനങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നത് നിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ മറ്റു വല്ല സംസാരത്തിലും വ്യാപൃതമാവും വരെ നീ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. വല്ലപ്പോഴും പിശാചു നിന്നെ വിസ്മൃതിയിലാക്കിയാൽ ഓർമ്മ വന്ന ശേഷം നീ ആ അതിക്രമികളോടൊപ്പമിരിക്കരുത്. وَمَا عَلَى الَّذِينَ يَتَّقُونَ مِنْ حِسَابِهِمْ مِنْ شَيْءٍ ولكن ذِكْرَى لَعَلَّهُمْ يَتَّقُونَ. അവരുടെ കണക്കിൽ വരുന്ന ഒന്നിന്റെയും ബാധ്യത സൂക്ഷ്മത പാലിച്ചു കഴിയുന്നവർക്കില്ല. എന്നാൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുവഴി അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. وَذَرِ الَّذِينَ اتَّخَذُوا دِينَهُمْ لَعِبًا وَلَهْوًا وَغَرَّتْهُمُ الْحَيَاةُ الدُّنْيَا وَذَكِّرْ بِهِ أَن تُبْسَلَ نَفْسٌ بِمَا كَسَبَتْ لَيْسَ لَهَا مِن دُونِ اللَّهِ وَلِيٌّ وَلَا شَفِيعٌ ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. തങ്ങളുടെ ജീവിതരീതിയെ കളിയും തമാശയുമാക്കുകയും ലൗകിക ജീവിതത്തിൽ വഞ്ചിതരാവുകയും ചെയ്തവരെ വിട്ടേക്കുക. അതോടൊപ്പം ഈ ഖുർആൻ ഉപയോഗിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുക. ആരും തങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ നാശത്തിലകപ്പെടാതിരിക്കാനാണിത്. ആർക്കും അല്ലാഹു ഒഴികെ ഒരു രക്ഷകനോ ശുപാർശകനോ ഇല്ല. എന്തുതന്നെ പ്രായശ്ചിത്തം നൽകിയാലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുന്നതല്ല. തങ്ങൾ ചെയ്തു കൂട്ടിയതിനാൽ നാശത്തിലകപ്പെട്ടവരാണവർ. തങ്ങളുടെ സത്യനിഷേധം കാരണമായി
ചുട്ടുപൊള്ളുന്ന കുടിനീരാണ് അവർക്കുണ്ടാവുക, വേദനയേറിയ ശിക്ഷയും. ഖുൽ അനദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉനാ വലാ യദുറുനാ വനുറദ്ദു അലാ أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين. ചോദിക്കുക, അല്ലാഹുവെ വിട്ട് ഞങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്താനാവാത്തവയെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയോ? അങ്ങനെ അല്ലാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയ ശേഷം വീണ്ടും പിറകോട്ട് തിരിച്ചു പോവുകയോ? പിശാചിനാൽ വഴിപിഴച്ച് ഭൂമിയിൽ പരിഭ്രാന്തനായി അലയുന്നവനെപ്പോലെ ആവുകയോ? അവന് ചില കൂട്ടുകാരുണ്ട്, അവർ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് നേർവഴിയിലേക്ക് അവനെ ക്ഷണിക്കുന്നു. പറയുക, തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ വഴികാട്ടി. പ്രപഞ്ചനാഥന് വഴിപ്പെടാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. വഅൻ അഖീമുസ്സലാത വത്തഖൂഹു വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുവിൻ, അല്ലാഹുവോട് ഭക്തി പുലർത്തുവിൻ എന്നും ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നു. അവന്റെ സന്നിധിയിലാണ് നിങ്ങളെയെല്ലാം ഒരുമിച്ചു കൂട്ടുക. വഹുവല്ലദീ ഖലഖസ്-സമാവാതി വൽ-അർദ ബിൽ-ഹഖ് വയൗമ യഖൂലു കുൻ ഫയകൂൻ ഖൗലുഹുൽ ഹഖ് വലഹുൽ മുൽക്കു യൗമ യുൻഫഖു ഫിസ്-സൂർ ആലിമുൽ ഗൈബി വശ്-ശഹാദഹ് വഹുവൽ ഹകീമുൽ ഖബീർ. അവനാണ് ആകാശഭൂമികളെ യാഥാർത്ഥ്യനിഷ്ഠമായി സൃഷ്ടിച്ചവൻ. അവൻ ഉണ്ടാവുക എന്ന് പറയും നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവന്റെ വചനം സത്യമാകുന്നു. കാഹളത്തിൽ ഊതും നാൾ സർവാധിപത്യം അവന് മാത്രമായിരിക്കും. മറഞ്ഞതും തെളിഞ്ഞതും നന്നായി അറിയുന്നവനാണവൻ. അവൻ യുക്തിമാനും സൂക്ഷ്മജ്ഞനുമാണ്. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ آزَرَ أَتَتَّخِذُ أَصْنَامًا آلِهَةً إِنِّي أَرَاكَ وَقَوْمَكَ فِي ضَلَالٍ مُبِينٍ. ഓർക്കുക, ഇബ്രാഹിം തന്റെ പിതാവ് ആസറിനോട് പറഞ്ഞ സന്ദർഭം. വിഗ്രഹങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളാക്കിയിരിക്കുന്നത്? തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. وَكَذَلِكَ نُرِي إِبْرَاهِيمَ مَلَكُوتَ السَّمَاوَاتِ وَالْأَرْضِ وَلِيَكُونَ مِنَ الْمُوقِنِينَ. അவ்விധം തന്നെയാണ് ഇബ്രാഹീമിന് നാം ആകാശഭൂമികളിലെ നമ്മുടെ ആധിപത്യ വ്യവസ്ഥ കാണിച്ചു കൊടുത്തത്, അദ്ദേഹം അടിയുറച്ച സത്യവിശ്വാസിയാകാൻ. فَلَمَّا جَنَّ عَلَيْهِ اللَّيْلُ رَأَى كَوْكَبًا قَالَ هَذَا رَبِّي فَلَمَّا أَفَلَ قَالَ لَا أُحِبُّ الْآفِلِينَ. അങ്ങനെ രാവ് അദ്ദേഹത്തെ ആവരണം ചെയ്തപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രത്തെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇതാണെന്റെ നാഥൻ. പിന്നെ അതസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. فَلَمَّا رَأَى الْقَمَرَ بَازِغًا قَالَ هَذَا رَبِّي فَلَمَّا أَفَلَ قَالَ لَئِن لَّمْ يَهْدِنِي رَبِّي لَأَكُونَنَّ مِنَ الْقَوْمِ الضَّالِّينَ.
പിന്നീട് ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണെന്റെ നാഥൻ. അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥൻ എനിക്ക് നേർവഴി കാണിച്ചു തരുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോകും. فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون. പിന്നീട് സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണെന്റെ നാഥൻ, ഇത് മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ്. അങ്ങനെ അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെയും ഞാനിതാ മുക്തനായിരിക്കുന്നു. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. തീർച്ചയായും ഞാൻ നേർവഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല, തീർച്ച. വഹാജ്ജഹു ഖൗമുഹു ഖാല അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ വലാ أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. തന്റെ ജനം അദ്ദേഹത്തോട് തർക്കത്തിലേർപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? അവൻ എന്നെ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അവന്റെ പങ്കാളികളാക്കുന്ന ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. എന്റെ നാഥൻ ഇച്ഛിക്കുന്നതല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല. എന്റെ നാഥന്റെ അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون. നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളാക്കുന്നവയെ ഞാൻ എങ്ങനെ പേടിക്കും? നിങ്ങളാകട്ടെ അല്ലാഹു നിങ്ങൾക്കൊരു തെളിവും തന്നിട്ടില്ലാത്തവയെ അവനിൽ പങ്കാളികളാക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നുമില്ല. നാം ഇരുവിഭാഗങ്ങളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹർ? നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ പറയൂ. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തെ വികലധാരണകളാൽ വികൃതമാക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. നേർവഴി പ്രാപിച്ചവരും അവർ തന്നെ. وَتِلْكَ حُجَّتُنَا آتَيْنَاهَا إِبْرَاهِيمَ عَلَى قَوْمِهِ نَرْفَعُ دَرَجَاتٍ مَّن نَّشَاءُ إِنَّ رَبَّكَ حَكِيمٌ عَلِيمٌ. ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്കെതിരെ നാം നൽകിയ ന്യായം അതായിരുന്നു. നാം ഇച്ഛിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. നിന്റെ നാഥൻ യുക്തിമാനും അഭിജ്ഞനും തന്നെ, തീർച്ച. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ كُلًّا هَدَيْنَا وَنُوحًا هَدَيْنَا مِن قَبْلُ
ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും സമ്മാനിച്ചു. അവരെയൊക്കെ നാം നേർവഴിയിലാക്കി. അതിനു മുമ്പ് നോഹിനു നാം സത്യമാർഗം കാണിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽപ്പെട്ട ദാവൂദിനെയും സുലൈമാനെയും അയ്യൂബിനെയും യൂസുഫിനെയും മൂസായെയും ഹാറൂനെയും നാം നേർവഴിയിലാക്കി. അவ்விധം നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നു. وزكريا ويحيى وعيسى وإلياس كل من الصالحين. സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ് എന്നിവർക്കും നാം സന്മാർഗമരുളി. അവരൊക്കെയും സച്ചരിതരായിരുന്നു. وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. അவ்விധം ഇസ്മായിൽ, അല്യസ, യൂനസ്, ലൂത്ത് എന്നിവർക്കും നാം സന്മാർഗമേകി. അവരെയെല്ലാം നാം ലോകത്തുള്ള മറ്റാരെക്കാളും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم. അவ்விധം അവരുടെ പിതാക്കളിൽ നിന്നും മക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ചിലരെ നാം മഹാന്മാരാക്കിയിട്ടുണ്ട്. അവരെ നാം പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നേർവഴിയിൽ നയിക്കുകയും ചെയ്തു. ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون. അതാണ് അല്ലാഹുവിന്റെ സന്മാർഗം. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അവർ അല്ലാഹുവിൽ പങ്കുകാരെ സങ്കൽപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് തങ്ങളുടെ പ്രവൃത്തികളൊക്കെ പാഴായി പോകുമായിരുന്നു. أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين. നാം വേദവും വിജ്ഞാനവും പ്രവാചകത്വവും നൽകിയവരാണവർ. ഇപ്പോൾ അവർ അതിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, അതിനെ തള്ളിക്കളയാത്ത മറ്റൊരു ജനതയെയാണ് നാം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. അവരെ തന്നെയാണ് അല്ലാഹു നേർവഴിയിലാക്കിയത്. അതിനാൽ അവരുടെ സത്യപാത നീയും പിന്തുടരുക. പറയുക, ഇതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഇത് ലോകർക്കാകമാനമുള്ള ഉദ്ബോധനമല്ലാതൊന്നുമല്ല. وما قدروا الله حق قدره إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون. അല്ലാഹു ഒരാൾക്കും
ഒന്നും ഇറക്കിക്കൊടുത്തിട്ടില്ലെന്ന് അവർ വാദിച്ചത് അല്ലാഹുവിന്റെ മഹത്വം യഥാവിധി വിലയിരുത്തിക്കൊണ്ടല്ല. ചോദിക്കുക, ജനങ്ങൾക്ക് വഴികാട്ടിയും വെളിച്ചവുമായി മൂസ കൊണ്ടുവന്ന വേദപുസ്തകം ആരാണ് ഇറക്കിത്തന്നത്? നിങ്ങൾ അതിനെ കേവലം കടലാസു തുണ്ടുകളാക്കി. അങ്ങനെ ചിലത് വെളിപ്പെടുത്തുകയും മറ്റു പലതും മറച്ചുവെക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും അറിവില്ലാതിരുന്ന പലതും അതിലൂടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുക, അല്ലാഹുവാണ് അതിറക്കിത്തന്നത്. എന്നിട്ട് അവരെ തങ്ങളുടെ വിടുവായത്തങ്ങളിൽ തന്നെ വിഹരിക്കാൻ വിട്ടേക്കുക. وَهَذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ مُصَدِّقُ الَّذِي بَيْنَ يَدَيْهِ وَلِتُنذِرَ أُمَّ الْقُرَى وَمَنْ حَوْلَهَا وَالَّذِينَ يُؤْمِنُونَ بِالْآخِرَةِ يُؤْمِنُونَ بِهِ وَهُمْ عَلَى صَلَاتِهِمْ يُحَافِظُونَ. നാം ഇറക്കിയ അനുഗ്രഹീത ഗ്രന്ഥം ഇതാ. ഇതിനു മുമ്പുള്ളവയെ ശരിവെക്കുന്നതാണിത്. മക്ക നഗരത്തിലും പരിസരങ്ങളിലുമുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതും. പരലോകത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈ വേദത്തിലും വിശ്വസിക്കുന്നു. അവർ തങ്ങളുടെ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നു. وَمَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ قَالَ أُوحِيَ إِلَيَّ وَلَمْ يُوحَ إِلَيْهِ شَيْءٌ وَمَنْ قَالَ سَأُنْزِلُ مِثْلَ مَا أَنْزَلَ اللَّهُ وَلَوْ تَرَى إِذِ الظَّالِمُونَ فِي غَمَرَاتِ الْمَوْتِ وَالْمَلَائِكَةُ باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിയുണ്ടാക്കുകയോ ഒരു ദിവ്യ സന്ദേശവും ലഭിക്കാതെ തനിക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുകയോ അല്ലാഹു അവതരിപ്പിച്ചതുപോലുള്ളത് താനും അവതരിപ്പിക്കുമെന്ന് വീമ്പ് പറയുകയോ ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ആ അക്രമികൾ മരണവെപ്രാളത്തിലകപ്പെടുമ്പോൾ മലക്കുകൾ കൈനീട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തേക്ക് തള്ളുക. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സത്യവിരുദ്ധമായത് പ്രചരിപ്പിച്ചു. അവന്റെ പ്രമാണങ്ങളെ അഹങ്കാരത്തോടെ തള്ളിക്കളഞ്ഞു. അതിനാൽ നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ഇതൊക്കെയും നിനക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. وَلَقَدْ جِئْتُمُونَا فُرَادَى كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ وَتَرَكْتُمْ مَا خَوَّلْنَاكُمْ وَرَاءَ ظُهُورِكُمْ وَمَا نَرَى مَعَكُمْ شُفَعَاءَكُمُ الَّذِينَ زَعَمْتُمْ أَنَّهُمْ فِيكُمْ شُرَكَاءُ لَقَدْ تَقَطَّعَ بَيْنَكُمْ وَضَلَّ عَنكُمْ مَا كُنْتُمْ تَزْعُمُونَ. അവരോട് പറയും, നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ച പോലെ നിങ്ങളിതാ നമ്മുടെ അടുക്കൽ ഒറ്റയൊറ്റയായി വന്നെത്തിയിരിക്കുന്നു. നാം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരുന്നതെല്ലാം പിന്നിൽ വിട്ടേച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പങ്കുകാരെന്ന് നിങ്ങൾ അവകാശപ്പെട്ടിരുന്ന ശുപാർശകരെയൊന്നും ഇപ്പോൾ നാം നിങ്ങളോടൊപ്പം കാണുന്നില്ലല്ലോ. നിങ്ങൾക്കിടയിലെ ബന്ധങ്ങളൊക്കെ അറ്റുപോയിരിക്കുന്നു. നിങ്ങളുടെ അവകാശവാദങ്ങളെല്ലാം നിങ്ങൾക്ക് കൈമോശം വന്നിരിക്കുന്നു. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹ്
فأنى تؤفكون. ധാന്യമണികളെയും ഫലബീജങ്ങളെയും പിളർക്കുന്നവൻ അല്ലാഹുവാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ ഉൽപ്പാദിപ്പിക്കുന്നതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തെടുക്കുന്നതും അവൻ തന്നെ. ഇതൊക്കെ ചെയ്യുന്നവനാണ് അല്ലാഹു. എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. പ്രഭാതത്തെ വിടർത്തുന്നതവനാണ്. രാവിനെ അവൻ വിശ്രമവേളയാക്കി. സൂര്യചന്ദ്രന്മാരെ സമയനിർണയത്തിനുള്ള അടിസ്ഥാനവും പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിന്റെ ക്രമീകരണമാണിതെല്ലാം. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون. കരയിലെയും കടലിലെയും കൂരിരുളിൽ നിങ്ങൾക്ക് വഴി കാണാൻ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതും അവൻ തന്നെ. കാര്യമറിയാൻ കഴിയുന്നവർക്ക് നാം ഇതാ തെളിവുകൾ വിശദീകരിച്ചു തരുന്നു. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. ഒരേയൊരു സത്തയിൽ നിന്ന് നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയതും അവനാണ്. പിന്നെ നിങ്ങൾക്കാവശ്യമായ വാസസ്ഥലവും നിങ്ങളെ ഏൽപ്പിക്കപ്പെടുന്ന ഇടവുമുണ്ട്. ഈ തെളിവുകളൊക്കെയും നാം വിവരിച്ചു തരുന്നത് കാര്യം മനസ്സിലാക്കുന്ന ജനത്തിനു വേണ്ടിയാണ്. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون. അവൻ തന്നെയാണ് മാനത്തുനിന്ന് വെള്ളം ഇറക്കിയത്. അങ്ങനെ അതുവഴി നാം സകല വസ്തുക്കളുടെയും മുളകൾ കിളിർപ്പിച്ചു. പിന്നെ നാം അവയിൽ നിന്ന് പച്ചപ്പുള്ള ചെടികൾ വളർത്തി. അവയിൽ നിന്ന് ഇടതൂർന്ന ധാന്യക്കതിരുകളും നാം ഈന്തപ്പനയുടെ കൂമ്പോളകളിൽ തൂങ്ങിക്കിടക്കുന്ന കുലകൾ ഉൽപ്പാദിപ്പിച്ചു. മുന്തിരിത്തോട്ടങ്ങളും ഒലീവും റുമാനുമുണ്ടാക്കി. ഒരുപോലെയുള്ളതും എന്നാൽ വ്യത്യസ്തങ്ങളുമായവ. അവ കായ്ക്കുമ്പോൾ അവയിൽ കനികളുണ്ടാകുന്നതും അവ പാകമാകുന്നതും നന്നായി ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്ന ജനത്തിന് ഇതിലെല്ലാം തെളിവുകളുണ്ട്. وَجَعَلُوا لِلَّهِ شُرَكَاءَ الْجِنَّ وَخَلَقَهُمْ وَخَرَقُوا لَهُ بَنِينَ وَبَنَاتٍ بِغَيْرِ عِلْمٍ سُبْحَانَهُ وَتَعَالَى عَمَّا يَصِفُونَ. എന്നിട്ടും അവർ ജിന്നുകളെ അല്ലാഹുവിന്റെ പങ്കാളികളാക്കുന്നു. എന്നാൽ അവനാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. ഒരു വിവരവുമില്ലാതെ അവരവന് പുത്രന്മാരെയും പുത്രിമാരെയും സങ്കൽപ്പിക്കുന്നു. അവനാകട്ടെ അവരുടെ വിവരണങ്ങൾക്കെല്ലാം അതീതനും പരിശുദ്ധനുമത്രേ. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة
وخلق كل شيء وهو بكل شيء عليم. ആകാശഭൂമികളെ മുൻമാതൃകകളില്ലാതെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അവൻ എങ്ങനെ മക്കളുണ്ടാകും? അവന് ഇണ പോലുമില്ലല്ലോ. അവൻ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു. അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. അവനാണ് അല്ലാഹു, നിങ്ങളുടെ നാഥൻ. അവനല്ലാതെ ദൈവമില്ല. സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ. അതിനാൽ നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുക. അവൻ എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാണ്. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. കണ്ണുകൾക്കൊന്നും അവനെ കാണാനാവില്ല, എന്നാൽ അവൻ എല്ലാ കണ്ണുകളെയും കാണുന്നു. അവൻ സൂക്ഷ്മജ്ഞനാണ്, എല്ലാം അറിയുന്നവനും. قد جاءكم بصائر من ربكم فمن أبصر فلنفسه ومن عمي فعليها وما أنا عليكم بحفيظ. നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്കിതാ ഉൾക്കാഴ്ച തരുന്ന തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. ആരെങ്കിലും അത് കണ്ടറിയുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആരെങ്കിലും അന്ധത നടിച്ചാൽ അതിന്റെ ദോഷവും അവന് തന്നെ. ഞാൻ നിങ്ങളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവനൊന്നുമല്ല. وكذلك نصرف الآيات وليقولوا درست ولنبينه لقوم يعلمون. അவ்விധം വിവിധ രൂപേണ നാം നമ്മുടെ വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു. നീ ആരിൽ നിന്നൊക്കെയോ പഠിച്ചു വന്നതാണെന്ന് സത്യനിഷേധികളെക്കൊണ്ട് പറയിക്കാനാണിത്. കാര്യം മനസ്സിലാക്കുന്നവർക്ക് വസ്തുത വ്യക്തമാക്കി കൊടുക്കാനും. اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين. നിനക്ക് നിന്റെ നാഥനിൽ നിന്ന് ബോധനമായി ലഭിച്ചത് പിൻപറ്റുക. അവനല്ലാതെ ദൈവമില്ല. ഈ ബഹുദൈവ വിശ്വാസികളെ അവഗണിക്കുക. ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما أنت عليهم بوكيل. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവരവന് പങ്കാളികളെ സങ്കൽപ്പിക്കുമായിരുന്നില്ല. നിന്നെ നാം അവരുടെ രക്ഷാകർതൃത്വം ഏൽപ്പിച്ചിട്ടില്ല. നീ അവരുടെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടവനുമല്ല. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى مرجعهم فينبئهم بما كانوا يعملون. അല്ലാഹുവെ വിട്ട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ നിങ്ങൾ ശകാരിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ തങ്ങളുടെ അറിവില്ലായ്മയാൽ അല്ലാഹുവേയും അന്യായമായി ശകാരിക്കും. അவ்விധം ഓരോ വിഭാഗത്തിനും അവരുടെ ചെയ്തികളെ നാം മനോഹരങ്ങളായി തോന്നിപ്പിച്ചിരിക്കുന്നു. പിന്നീട് തങ്ങളുടെ നാഥന്റെ അടുത്തേക്കാണ് അവരുടെ മടക്കം. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അവൻ അവരെ വിവരമറിയിക്കും. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِن جَاءَتْهُمْ آيَةٌ لَّيُؤْمِنُنَّ بِهَا قُلْ إِنَّمَا الْآيَاتُ عِندَ اللَّهِ
وما يشعركم أنها إذا جاءت لا يؤمنون. അവർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു തറപ്പിച്ചു പറഞ്ഞു, തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്നെത്തിയാൽ അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന്. പറയുക, ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാണ്. ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയാലും അവർ വിശ്വസിക്കുകയില്ലെന്ന് നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താനാണ്? وَنُقَلِّبُ أَفْئِدَتَهُمْ وَأَبْصَارَهُمْ كَمَا لَمْ يُؤْمِنُوا بِهِ أَوَّلَ مَرَّةٍ وَنَذَرُهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ. അവരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ തവണ അവരിതിൽ വിശ്വസിക്കാതിരുന്ന പോലെ തന്നെ തങ്ങളുടെ അതിക്രമങ്ങളിൽ തന്നെ വിഹരിക്കാൻ നാം അവരെ വിടുകയും ചെയ്യുന്നു.